ചെയ്യാൻ പോകുന്നത് 2025 നടന്ന ഒരു പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 11/2025. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഡിസംബർ 10. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? മെറ്റേണിക്കിൻ്റെ അഭിപ്രായമാണ്. മെറ്റേണിക്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കേരള നവോത്ഥാന നായകനാണ് കുറുളി ചേകോൻ. കടത്തനാടൻ സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിൽ. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 7:30 PM ആണ്. 7:30 PM. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവയെല്ലാം തന്നെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതൊക്കെയാണ്? ഈ നയം നടപ്പിലാക്കുന്ന ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിത്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പോൾ ധനനയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ നയം നടപ്പിലാക്കുന്ന ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിത്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 61-ാം ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയുടെ 61-ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ഏത്? മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? NW3 ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏത് വിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപ്പുരയാണ് ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പറയുന്നത്. ഭൂപ്രതലങ്ങളിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. 17ാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ക്യാൻസലായിരുന്നു. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഇതിൽ 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ഏതൊക്കെയാണ്? ഓപ്ഷൻ, താരതമ്യേന വീതി കുറവുള്ള പ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇതും ക്യാൻസലായിരുന്നു. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇത് രണ്ടും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. എന്നാൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമേ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്.
22 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്നാണ്? 1949 ജൂലൈ 1 ഓപ്ഷൻ ബി ആണ് ആൻസർ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ചമ്പാരൻ. ചമ്പാരനാണ്, ബീഹാറിലാണ് ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. എ ആണ് ആൻസർ വരുന്നത്. ബന്ധമില്ലാത്തത് 2 മാത്രം. ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇത്രയായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടത്. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ്റെയാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2024 2025 ആണെങ്കിൽ KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് ആൻസർ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? 2024 ഹാങ്കാങ്ങിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 2024. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇത് ഉൾപ്പെടില്ല. ബാക്കി എന്തൊക്കെയാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് 3 മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ്റെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവയെല്ലാം ഡി ആണ് ആൻസർ. തെറ്റായതാണ് ഇവയെല്ലാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? അത് രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. താഴെ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയാണ്. 3ാമത്തെ ഓപ്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ളത്. സി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത് ഏത് വകുപ്പ്? 17 പ്രകാരമാണ്. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് വകുപ്പ് 32 വകുപ്പ് 32. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ബി ആണ് ആൻസർ. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. സി. ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്ന പട്ടിക ഏതാണ്? 8ാം പട്ടികയാണ്. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. സി 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ്. അടുത്തത് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. സി. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ബി ആണ് ആൻസർ. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാനാണ്. എ ആണ് ആൻസർ.
ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമി ജനിച്ചത് തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28. ഡി ആണ് ആൻസർ. ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. താഴെ പറയുന്നത് വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാദേവ് ഗോവിന്ദ റാണഡെയാണ് വേറിട്ട് നിൽക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനിച്ചു. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരുടെയാണ്? എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ. സി ആണ് ആൻസർ. 54 ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. 55ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു. 56 കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? വടകരയാണ്. വടകര. ബി ആണ് ആൻസർ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാരിസ്റ്റർ ജി പി പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പെടാത്തതാരാണ്? കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ഷൺമുഖം ചെട്ടിയാണ്. ഷൺമുഖം ചെട്ടി. ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, എസ് നീലകണ്ഠ അയ്യർ. പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, എസ് നീലകണ്ഠ അയ്യർ എന്നിവർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ നേതാക്കളായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നവയിൽ ഏതാണ്? അഗസ്തീശ്വരമാണ്. അഗസ്തീശ്വരം. ബി. വിറ്റാമിൻ എയുടെ ലഭ്യതക്കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. താഴെ പറയുന്നത് ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം അല്ലാത്തതാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ. സി. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? റേച്ചൽ കഴ്സൺ ആണ്. താഴെ പറയുന്നത് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. ബി. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസുകൾ പെരുകുന്നത്? ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. സി ആണ് ആൻസർ. ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മനുഷ്യ ശരീരത്തിൽ കരളിൽ വെച്ച്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. പ്രിയങ്ക. ഡി. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമാണ് 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിക്കുന്ന തുകയാണ് 5 ലക്ഷം രൂപ. 5 ലക്ഷം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൽ സി ആണ് ആൻസർ. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 2ഉം 3ഉം എന്തൊക്കെയാണ്? 2ഉം 3ഉം. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. ഡി ആണ് ആൻസർ. ഡി. മനുഷ്യരുടെ ശ്രവണ പരിധി ഏതാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. സി ആണ് ആൻസർ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷാണ്. 310 K ആണ്. 310 കെൽവിൻ. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? u² = v² - 2as ആണ്.
ബി ആണ് ആൻസർ. അടുത്ത ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഏതാണ്? രാസോർജം ഗതികോർജമായിട്ട് മാറുന്നു. സൂര്യഗ്രഹണത്തിനു കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഡി ആണ്. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. എ ആണ് ആൻസർ. എ. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. സി ആണ് ആൻസർ വരുന്നത്. സി. എന്താണ് തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 2 ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല, അത് ശരിയാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. എന്താണ് ഐസോട്ടോപ്പുകൾ? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? 8 ആയ മൂലകമാണ് ഓക്സിജൻ. ഡി. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 81 ആൻസർ ബി. 81 ബി. 82 എ. 83 എ ആണ്. 84 ഡി. 85 എ. 86 ബി. 87 സി. 88 ബി. 89 സി. 90 ഡി. 91 എ. 92 ബി. 93 എ. 94 ഡിലീറ്റഡ് ആയിരുന്നു. 95 ബി. 96 ഡി. 97 സി. 98 ബി. 99 സി. 100 എ. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. താങ്ക് യു.